ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാവിലെ തന്നെ വീട്ടിലൂടെ ഒരു കോളിംഗ് ബെല്ലൊക്കെ കേട്ടുകൊണ്ടാട്ടോ ശ്രുതി പാർലറിൽ പോകാൻ ഒരുങ്ങുന്നത്. ഈ സമയത്താണെങ്കിൽ വീട്ടിൽ ആകെ സച്ചിയും രേവതിയും മാത്രമേ ഉള്ളൂ. ചന്ദ്രമതിയാണെങ്കിൽ ഭാമയെ കാണാൻ വേണ്ടി പുറത്ത് പോയിരിക്കുകയാണ്. രവീന്ദ്രനാണെങ്കിലോ നടക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. എന്തായാലും ഈ സമയത്ത് എനിക്ക് പറ്റില്ല, രേവതിയോ സച്ചിയോ പോയി വാതിൽ തുറക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാട്ടോ ശ്രുതി. അങ്ങനെ രേവതിയാണെങ്കിൽ സച്ചിയോട് പറയുന്നുണ്ട്, നിങ്ങൾക്കൊന്ന് വാതിൽ തുറന്നുകൂടെ, ഞാനിവിടെ അടുക്കളയിൽ പിടിപ്പത് പണിയല്ലേ എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ആ ശരി ഞാൻ വാതിൽ തുറക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സച്ചി പോയി വാതിൽ തുറക്കുകയാട്ടോ. ആണെങ്കിൽ പെറുപുറത്തോണ്ട് മനുഷ്യനെ ഒരു ചായ കുടിക്കാൻ പോലും സമ്മതിക്കില്ല, ഇതാരാണാവോ, എന്തായാലും അമ്മയും അച്ഛനൊന്നും അല്ല, വേറെ ആരോ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോ കതക് തുറക്കാൻ പോകുന്നത്. അങ്ങനെ കതക് തുറക്കുന്നതും കാണുന്നത് ഒരു സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് പണക്കാരനെ തോന്നിപ്പിക്കുന്ന ഒരാളിങ്ങനെ നിൽക്കുന്നതാട്ടോ. അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളാരാ, ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ബൈ ദ ബൈ നിങ്ങളാരാ എന്ന് തിരിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാൻ ആരാണെന്നോ, എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ ആരാണെന്നൊക്കെ ചോദിക്കുന്നോ, ശരിക്കും നിങ്ങൾ ആരാന്നൊക്കെ ചോദിക്കുക കേട്ടോ. നിങ്ങൾ ഇവിടെയുള്ള ആളൊന്നും ആണെന്ന് തോന്നുന്നില്ലല്ലോ, വേറെ എവിടുന്നോ പുറത്തുനിന്ന് വന്നതാണെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ സച്ചി പറയുമ്പോൾ, അതെ അത് ശരിയാണ്, ഞാൻ ഇവിടെയുള്ള ആളല്ല, ഞാൻ മലേഷ്യയിൽ നിന്ന് വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇയാൾ. മലേഷ്യയിൽ നിന്നോ, ഇനി പൗഡർ എടുത്തിടെ ആരെങ്കിലും ആയിരിക്കുമോ, പണ്ട് ചെറിയച്ചനാന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവന്നോ, അതുപോലെ ഇനി വേറെ ആരെങ്കിലും ഇറക്കിയതായിരിക്കുമോ എന്നൊക്കെ മനസ്സിലിങ്ങനെ ചിന്തിക്കുക സച്ചി. അല്ല, ഈ മലേഷ്യക്കാരൻ ആരെ കാണാനാണ് ഇവിടെ വന്നത്, ഇത് പാവം രവീന്ദ്രനെയും ചന്ദ്രമതിയുടെയൊക്കെ വീടാണല്ലോ, ഇവിടെ മലേഷ്യക്കാരന് കാണാൻ പറ്റിയ ആരും ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ, ഇതെന്തായാലും രവീന്ദ്രൻ്റെ വീടല്ലേ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ അയാളും തിരിച്ച് മറുപടി സച്ചിയോട് പറയുന്നുണ്ട് കേട്ടോ. ആണെങ്കിൽ വീണ്ടും, അല്ല ആരാന്ന് മനസ്സിലായില്ല, ഇനി അച്ഛനെ കാണാനെങ്ങാനും വന്നതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാളാണെങ്കിൽ ഒന്നും മിണ്ടാതെ അകത്തോട്ട് അധികാരപൂർവ്വം കയറി സോഫയിൽ അങ്ങനെ ഇരിക്കുക കേട്ടോ. അച്ഛയാണെങ്കിൽ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അല്ല അകത്തോട്ട് കയറാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലല്ലോ, പിന്നെ എന്ത് അധികാരത്തിലാണ് നിങ്ങൾ ഉള്ളിൽ കയറി ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, എല്ലാത്തിനും അധികാരം എനിക്കുണ്ടെന്ന് കൂട്ടിക്കോ, അല്ല ഇവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്തിയേ, അമ്മയും അച്ഛനും ഇവിടെ ഇല്ല, അച്ഛനാണെങ്കിൽ നടക്കാൻ പോയതാണ്, അച്ഛൻ ഇപ്പോൾ വരുമെന്ന് പറയുമ്പോഴത്തേക്കും രവീന്ദ്രൻ വാതിൽക്കൽ എത്തിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ രവീന്ദ്രനാണെങ്കിൽ സച്ചിയോട് ചോദിക്കുന്നുണ്ട്, ആരാ സച്ചി, ആരാ വന്നിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുക കേട്ടോ. സച്ചിയാണെങ്കിൽ ആരാന്നേ എനിക്കും മനസ്സിലായില്ല അച്ഛാ, ഞാനും കുറേ നേരമായി ആരാന്ന് ചോദിക്കുന്നു, അപ്പോൾ എന്നോട് ആരാന്നൊക്കെയാണ് ചോദിക്കുന്നത്, ഇയാൾ ആരാന്ന് എനിക്കറിയില്ല അച്ഛാന്നൊക്കെ പറയുമ്പോഴത്തേക്കും രവീന്ദ്രനാണെങ്കിൽ ഉള്ളിലോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അയാൾ എഴുന്നേറ്റ് രവീന്ദ്രന് കൈ കൊടുക്കുകയാണ്. രവീന്ദ്രനാണെങ്കിൽ ഒന്നും മനസ്സിലാതെ, അല്ല ഇതുവരെ ആരാന്ന് നിങ്ങൾ പറഞ്ഞില്ലോ, ആരാന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അയാൾ പറയുന്നുണ്ട്, ഞാൻ ശ്രുതിയുടെ അച്ഛനാണ്. ഇത് കേൾക്കുമ്പോഴേക്കും രവീന്ദ്രനാണെങ്കിൽ ആകെ അമ്പരപ്പോടെ ഇങ്ങനെ നിൽക്കുകയാട്ടോ. സച്ചിയാണെങ്കിൽ ആകെ സംശയത്തോടെ ഇങ്ങനെ നിൽക്കുകയാട്ടോ. എന്നിട്ട് മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇത് ശരിക്കും പൗഡർ എടുത്തിട്ട് അച്ഛനാണെന്നോ, ഇതിലെന്തൊക്കെയോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാട്ടോ. എപ്പോഴും ഇതൊക്കെ കേട്ടുകൊണ്ടാട്ടോ രേവതി അങ്ങോട്ട് വരുന്നത്. ഇന്ദ്രനാണെങ്കിൽ രേവതിയോട് പറയുകയാണ്, മോളെ രേവതി നീ എന്തായാലും ശ്രുതിയെ വിളിക്കുക, ശ്രുതിയുടെ അച്ഛൻ വന്നിട്ടുണ്ട്, വേഗം വരാൻ പറ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സച്ചിയാണെങ്കിൽ അപ്പോഴും ആകെ സംശയത്തോടെ മൊത്തം നിൽക്കുകയാണ്. കണ്ടാൽ നല്ല ഗാംഭീര്യമുള്ള മനുഷ്യനൊക്കെ തന്നെയാണ്, ശരിക്കും ഇത് തന്നെയാണോ ശ്രുതിയുടെ അച്ഛൻ? ഈ സമയത്താട്ടോ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയും വരുന്നത്. ഇതാരാ വന്നിരിക്കുന്നതെന്നൊക്കെ വർഷ ചോദിക്കുമ്പോൾ, മോളെ ഇത് ശ്രുതിയുടെ അച്ഛനാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രവീന്ദ്രൻ. വർഷയാണെങ്കിൽ, അച്ഛാ ചേച്ചിയോടുള്ള പിണക്കൊക്കെ മാറ്റി അച്ഛൻ ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ, അച്ഛൻ വന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചേച്ചി ആകെ വിഷമത്തിലിരിക്കുകയായിരുന്നു, എന്തായാലും ഈ വഴക്കും പ്രശ്നമെല്ലാം തീർന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷ അച്ഛന് കൈ കൊടുക്കുക കേട്ടോ. അയാളാണെങ്കിൽ മോളുടെ പേരെന്താന്നൊക്കെ ചോദിക്കുമ്പോൾ, എൻ്റെ പേര് വർഷ എന്നാണ്, ഞാൻ ശ്രീകാന്തിൻ്റെ ഭാര്യയാണെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും പരിചയപ്പെടുത്തി കൊടുക്കുക കേട്ടോ. ഈ സമയത്താണെങ്കിൽ രേവതി ശ്രുതിയെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ കഥകൊക്കെ അടിച്ച് പാർലറിൽ പോകാൻ വേണ്ടി നല്ല തിരക്കിട്ട് ഒരുക്കുമായിരിക്കും കേട്ടോ. ഈ സമയത്തായിരിക്കും രേവതി വന്ന് കഥകിന് മുട്ടുന്നേ. ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നീ എന്തായാലും വാതിൽ തുറക്ക്, അമ്മയായിരിക്കും. നാശം, ഈ അമ്മ ഒരിക്കലും എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി പോയിട്ട് കഥക് തുറക്കുകയായിരിക്കും കേട്ടോ. ശ്രുതിയാണെങ്കിൽ രേവതിയെ കാണുമ്പോൾ രേവതിയോട് പറയുന്നുണ്ട്, നീ എന്തിനാ ഞങ്ങളുടെ കഥക് വന്ന് ഇങ്ങനെ മുട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതല്ല മലേഷ്യയിൽ നിന്ന് ശ്രുതിയുടെ അച്ഛൻ വന്നിട്ടുണ്ടെന്ന് ശ്രുതിയോട് പറയാട്ടോ. ശ്രുതി ഇത് കേൾക്കുമ്പോഴേക്ക്, മലേഷ്യയിൽ നിന്ന് ശ്രുതിയുടെ അച്ഛൻ വന്നെന്നോ, ശ്രുതിയുടെ അച്ഛൻ തന്നെയാണോ വന്നതെന്ന് ചോദിക്കുമ്പോൾ, അതെ ശ്രുതിയുടെ അച്ഛൻ തന്നെയാണ്, താഴെ ഇരിപ്പുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ഓടിപ്പോയിട്ട് താഴെ ഇറങ്ങി വന്ന് അച്ഛൻ്റെ കൈക്കൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ.
ശ്രുതിയാണെങ്കിൽ സന്തോഷത്തിൽ എന്താ പറയേണ്ടതെന്ന് അറിയാതെ അച്ഛൻ എന്തായാലും വന്നല്ലോ, അച്ഛന് എന്തായാലും ശ്രുതിയോടുള്ള പിണക്കമൊക്കെ തീർത്തല്ലോ, ഞങ്ങൾക്ക് അതൊക്കെ മതി എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അയാളാണെങ്കിൽ ശ്രുതിയോട് പറയുന്നുണ്ട്, ഓ ഇതാണോ എൻ്റെ മരുമകൻ, എന്തായാലും എനിക്ക് സന്തോഷമായി, എനിക്ക് നിന്നെ കാണാൻ പറ്റിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ധൃതിയിൽ ചോദിക്കുന്നുണ്ട്, എൻ്റെ മോളെന്തിയെ, എനിക്ക് എന്തായാലും എൻ്റെ മോളെ കാണണം, ഇത്ര നേരമായിട്ടും അവളെ കണ്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ശ്രുതിയാണെങ്കിൽ അച്ഛൻ വന്നു മലേഷ്യയിൽ നിന്ന് വന്നെന്നൊക്കെ കേട്ടിട്ട് ആകെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ എൻ്റെ ഈശ്വര അടുത്ത കുരിശ് ഇത് ആരാണാവോ, ഇത് എൻ്റെ അച്ഛനാന്നും പറഞ്ഞ് ആരെ ഇങ്ങനെ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആകെ അങ്കലാപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. രവതിയാണെങ്കിൽ ശ്രുതിയോട് പറയുന്നുണ്ട്, എന്താ നിനക്ക് സന്തോഷമായില്ലേ, നിൻ്റെ അച്ഛൻ വന്നെന്ന് പറഞ്ഞിട്ട് നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ, ആകെ ഒരു സ്തംഭിച്ച് നിൽക്കുന്നേ, ഇത് നീ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ, അതുകൊണ്ടായിരിക്കും അല്ലേ നീ ഇങ്ങനെ നിൽക്കുന്നേ, എന്തായാലും താനിങ്ങ് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്നും ഹാളിലേക്ക് പോവുകയാണ്. ഈശ്വര ആരാണാവോ ഇങ്ങനെ വന്നിരിക്കുന്നത്, അതും എൻ്റെ അച്ഛൻ്റെ വേഷം കെട്ടി, ആരാണെന്ന് എനിക്ക് അറിയത്തില്ല, ഈശ്വര പേടിയാവുന്നു എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാട്ടോ ശ്രുതി അയാളെ കാണാൻ വരുന്നത്. കാണുന്നതും അയാൾക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ വരുന്നത് ശ്രുതിയാണെന്ന്. അങ്ങനെ ശ്രുതിയെ കാണുന്നത് അയാൾ ചോദിക്കുന്നുണ്ട്, ആ മോളെ നീ എന്താ ഇത്രയും താമസിച്ച, അച്ഛൻ വന്നിട്ട് എത്ര നേരമായി, അല്ലെങ്കിൽ അച്ഛൻ എപ്പോഴാണ് വരുന്നത്, എന്നോട് എപ്പോഴാണ് പിണക്കം തീർത്ത് ഇവിടെ എത്തുന്നതെന്നൊക്കെ ചോദിക്കുന്ന മോളാ, ഇതിപ്പോൾ എന്നെ കണ്ടതും ആകെ അങ്കലാപ്പില അമ്പരപ്പോടെയൊക്കെ മുഖം പിടിച്ച് ഇതെന്താ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്, മോൾക്ക് എന്താ ഞാൻ വന്നത് ഇഷ്ടമായില്ലേ, മോളെന്താ ഇങ്ങനെയൊക്കെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിനെ ചേർത്ത് പിടിക്കുക കേട്ടോ അയാൾ. ശ്രുതിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇയാൾ ആരാണ്, ഇയാൾ എന്തോ ഒരു ഉദ്ദേശം വെച്ചാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേടിച്ച് അയാളുടെ അടുത്തുനിന്നും കുതിറി മാറുക കേട്ടോ. എന്താ മോളെ, മോൾക്ക് ഇപ്പോഴും എന്നോടുള്ള പിണക്കമൊന്നും കുറഞ്ഞില്ലേ, ഇപ്പോഴും എന്നോട് പിണക്കമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അല്ല എനിക്ക് പിണക്കമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണ് ചന്ദ്രമതി ഭാമേനെയും കൂട്ടി അങ്ങോട്ട് വരുന്നത്. ഈ സമയത്ത് ചന്ദ്രമതിക്ക് സച്ചിയാട്ടോ അയാളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഇത് പൗഡറേട്ടത്തിയുടെ അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി ആക്കിക്കൊണ്ടാട്ടോ സംസാരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിയുടെ അച്ഛൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താ മോളെ ഇവൻ ഇങ്ങനെയൊക്കെ ഒരു മര്യാദ ഇല്ലാതൊക്കെ നിന്നോട് സംസാരിക്കുന്നത്. ചന്ദ്രമതിയാണെങ്കിൽ ധൃതിയിൽ, മോളെ നിൻ്റെ അച്ഛൻ വന്നിട്ടൊന്നും കുടിക്കാൻ കൊടുത്തില്ലേ, രേവതി എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കുക, മോളെ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അയാളാണെങ്കിൽ പറയുന്നുണ്ട്, വേണ്ട എനിക്ക് ഇപ്പോൾ ഒന്നും വേണ്ട, എന്തായാലും എൻ്റെ മോളുടെ പിണക്കമൊക്കെ ഒന്ന് മാറ്റണം, എൻ്റെ മോളെയും കൊണ്ട് ഞാൻ പുറത്തോട്ടൊക്കെ ഒന്ന് പോവുകയാണ്, ഇവിടെ 2 പ്രോപ്പർട്ടികളൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, ബിസിനസ് ആവശ്യത്തിനൊക്കെ ആയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, എല്ലാം എൻ്റെ മോളെ ഒന്ന് കാണിക്കണം, എന്നിട്ട് എൻ്റെ മോളുടെ പേരിൽ ആ സ്ഥലങ്ങളെല്ലാം എഴുതി കൊടുക്കുകയും ചെയ്യണം, അതുകൊണ്ട് എൻ്റെ മോളെയും കുട്ടിക്കൊണ്ട് ഞാൻ പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ശ്രുതിയാണെങ്കിൽ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് അയാളുടെ കൂടെ പോവുകയാണ്. ശ്രുതിയാണെങ്കിൽ ആകെ പേടിച്ചേട്ടാ അയാളുടെ കൂടെ പോകുന്നത്, കാരണം ശ്രുതിക്ക് ഇത് ആരാന്നോ ഒന്നും അറിയത്തില്ല. അച്ഛൻ മലേഷ്യയിലാണെന്നൊക്കെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വന്നിരിക്കുന്നത് ആരാന്നൊന്നും ശ്രുതിക്ക് തീരെ അറിയത്തില്ല. അതുകൊണ്ട് ശ്രുതി ആകെ പേടിച്ചാട്ടോ അയാളുടെ കൂടെ കാറിൽ പോകുന്നത്. അങ്ങനെ കാറിൽ കുറച്ചുകൂടെ സഞ്ചരിക്കുമ്പോൾ പുറകിൽ നിന്നൊരു പൊട്ടിച്ചിരിയൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി ഇത് ആരാന്നൊക്കെ വിചാരിച്ച് ആകെ അന്തം വിട്ട് തിരിഞ്ഞു നോക്കുമ്പം നവീനെയാണ് കാണുന്നത്. എന്നിട്ട് നവീൻ പറയുന്നുണ്ട്, എടി ശ്രുതി മോളെ എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ, നിൻ്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ ഒരാളെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നില്ലേ, ഇനി നിനക്ക് രക്ഷപ്പെടാനൊന്നും പറ്റുകയില്ല, എന്തായാലും നിന്നെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നവീനാണെങ്കിൽ അവളെ കയറി പിടിക്കുകയും ചെയ്യുകയാണ്. ആണെങ്കിൽ നവീൻ്റെ അടുത്ത് നിന്ന് കുതിറി മാറാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ശ്രുതിക്ക് ആകുന്നില്ല. ശ്രുതിനെ ആണെങ്കിൽ ആരും രക്ഷിക്കാനുമില്ല. ശ്രുതിയാണെങ്കിൽ ആകെ അലമുറയിട്ട് പൊട്ടി കാറുകയാണ്. പക്ഷേ ഇതൊന്നും ആരും കേൾക്കുന്നില്ല കേട്ടോ. ശ്രുതി ആ കാറിൽ നിന്ന് ചാടി പുറത്തോട്ട് ഇറങ്ങാൻ ശ്രമിച്ചാലും അതൊന്നും ശ്രുതിക്ക് ആകുന്നില്ല. എന്നിട്ട് ശ്രുതി അവസാനം നവീനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്ത് വേണം, നീ എന്തിനാ നവീൻ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതിയോട് പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ പണമൊന്നും വേണ്ടടി, എനിക്ക് നിന്നെയാണ് വേണ്ടത്. ശ്രുതിയുടെ അച്ഛൻ എന്ന് പറഞ്ഞ ആൾ വണ്ടി ഓടിക്കുന്ന അയാൾ ഒരു വശ്യമായ ചിരിയൊക്കെ ചിരിച്ചിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് കേട്ടോ, എടി എന്തായാലും നിന്നെ ഞങ്ങൾക്ക് വേണം, നിന്നെ ഞങ്ങൾ ഇപ്പോൾ പുറത്തിറക്കുകയില്ല, നിന്നെ ഇന്ന് എന്തായാലും ഒരു ദിവസം ഞങ്ങൾക്ക് എന്തായാലും വേണം, നിന്നെ എനിക്ക് ചേർത്ത് പിടിച്ചപ്പോൾ എൻ്റെ മേത്തെന്തോ കറണ്ട് അടിക്കുന്നത് പോലെയാണ് തോന്നുന്നത്, ഇത്രയും സൗന്ദര്യമുള്ള ഒരാളെ ഞാൻ വെറുതെ വിടാനോ, എന്തായാലും ഇന്ന് ഒരു ദിവസം ഞങ്ങൾക്ക് വേണം, അത് കഴിഞ്ഞിട്ട് നീ നിൻ്റെ പാട്ടിന് പോക്കോ, പിന്നെ യാതൊരു കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പോയാൽ മതി എന്നൊക്കെ അയാൾ പറയുന്നുണ്ട് കേട്ടോ. ദേഷ്യത്തോടെ പറയുന്നുണ്ട് കേട്ടോ, ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല, എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ശരി ഞാൻ ഇതൊന്നും ചെയ്യില്ല, നിങ്ങൾ അത് വിചാരിച്ച് സന്തോഷിക്കുകയും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ അവർ രണ്ടുപേരും കൂടി പൊട്ടിച്ചിരിക്കുകയാണ്.
ശ്രുതിയുടെ അച്ഛൻ എന്ന് പറഞ്ഞ അയാളാണെങ്കിൽ നവീനോട് പറയുന്നുണ്ട്, എടാ ഇവളുടെ ഒരു അഹങ്കാരത്തിന് ഒരു കുറവും ഇല്ലല്ലോടാ, ഇപ്പോഴും പഴയ പോലെ തന്നെ ഉശിരിലാണ് നിൽക്കുന്നത്. നമുക്ക് എന്തായാലും ഇവളെ പിടിച്ചു കൊണ്ടുപോയിട്ട് നമ്മൾ ആ റൂം എടുത്തില്ലേ, അവിടെ തന്നെ നമുക്ക് ഇവളെ കൊണ്ടുപോകാം എന്നൊക്കെ പറയുക കേട്ടോ. അങ്ങനെ ശ്രുതിയെ ആ റൂമിലോട്ട് അവർ വലിച്ചുകൊണ്ട് പോവുകയാട്ടോ. ഈ സമയത്ത് ശ്രുതിയാണെങ്കിൽ എങ്ങനെയും രക്ഷപ്പെടാൻ ആരെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും പഴുതുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. സച്ചിയാണെങ്കിൽ ഇവരുടെ പുറകെ തന്നെയുണ്ട്. സച്ചിക്കാണെങ്കിൽ ഇതിലൊക്കെ എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നി കേട്ടോ. സച്ചിയാണെങ്കിൽ ഇതിലെന്തോ കള്ളത്തരമുണ്ട്, അപ്പനും മോളും കൂടെ എവിടേക്കാണോ പോകുന്നത്, എന്തായാലും കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അവരെ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ സച്ചി കാണുന്നത് ശ്രുതിനെ രണ്ടുപേരും കൂടെ പിടിച്ചു വലിച്ചുകൊണ്ട് കാറിൽ നിന്ന് പുറത്ത് ഇറക്കുന്നതാണ്. ഇത് കണ്ടപ്പോഴേക്കും സച്ചിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അങ്ങനെ ശ്രുതിയെ ബലമായി പിടിച്ചോണ്ട് പോകുന്ന കണ്ട് സച്ചിയാണെങ്കിൽ അവരുടെ പുറകെ ചെന്നിട്ട് അവരോട് പറയുന്നുണ്ട് കേട്ടോ, എടാ നിങ്ങളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടു പേർക്കിട്ടും നല്ലത് കൊടുക്കുകയാണ്. അങ്ങനെ ശ്രുതി അവിടുന്ന് സ്വതന്ത്രയാകുന്നുണ്ട്. അങ്ങനെ ഫൈറ്റൊക്കെ ചെയ്ത് ശ്രുതിയെ സച്ചി അവരുടെ ഇടയിൽ നിന്ന് രക്ഷിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സച്ചി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ഇനിയെങ്കിലും സത്യം പറ, ഇവരൊക്കെ ആരാണ്, നീ ആരാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു തെളിവുമില്ല. എന്തിനിങ്ങനെ തുടരെ കള്ളം പറയുന്നത്? ആദ്യം അമ്മാവനാണെന്ന് പറഞ്ഞ ഒരാൾ വന്നു, ഇതാ ഇപ്പോൾ പിന്നെ അച്ഛനാണെന്നും പറഞ്ഞ ഒരാൾ വരുന്നു, നീ എന്തിനിങ്ങനെ ഞങ്ങളെ പറ്റിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതിയാണെങ്കിൽ തൊഴു കൈയോടെ സച്ചിയോട് പറയുകയാണ്, എന്നോട് ക്ഷമിക്കണം, ഇത് ആരാണെന്ന് എനിക്കറിയത്തില്ല, ഇതെന്തായാലും എൻ്റെ അച്ഛനൊന്നുമല്ല, ഇവരാരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്നൊക്കെ പറഞ്ഞ് കൈയൊഴിയാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ശ്രുതിയോട് സച്ചി പറയുന്നുണ്ട്, നിർത്ത്, നിന്റെ കള്ളത്തരമെല്ലാം നിർത്ത്, നിനക്ക് ആരാന്ന് ഇവരാരാന്ന് നിനക്ക് അറിയത്തില്ലേ, അന്ന് ചെറിയച്ഛനാണെന്നും പറഞ്ഞ ഒരാളെ വരുത്തി, അതാരാന്ന് നിനക്ക് കൃത്യമായിട്ട് അറിയാം, അതുപോലെ തന്നെയാണ് ഇവരാരാന്ന് നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞു, എന്നിട്ട് പിന്നെ നീ എന്തിനാണ് ഇവരെ വീട്ടിൽ വിളിച്ച് കയറ്റിയത് എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, സച്ചി ഞാൻ സത്യം പറയുന്നത്, ഇയാൾ ആരാന്ന് എനിക്ക് ശരിക്കും അറിയില്ല, ഞാൻ ഇയാളെ കണ്ടിട്ട് പോലും ഇല്ല, പിന്നെ ഈ നവീൻ എന്ന് പറയുന്ന അയാൾ എന്നെ എപ്പോഴും ഉപദ്രവിക്കാൻ ശ്രമിക്കും, ഇതെല്ലാം ശ്രുതിക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ഇയാളാണ് എൻ്റെ അച്ഛനെന്നും പറഞ്ഞുകൊണ്ട് ഇയാളെ ഇവിടെ കൊണ്ടുവന്നത് എന്നൊക്കെ പറയുകയാണ് ശ്രുതി. അല്ല, വീട്ടിൽ വെച്ച് നിനക്ക് ഈ സത്യങ്ങളെല്ലാം പറയത്തില്ലായിരുന്നു ശ്രുതി, നിൻ്റെ അച്ഛനല്ല ഇതൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാകുകയില്ലായിരുന്നു എന്നൊക്കെ സച്ചി പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അച്ഛൻ്റെ അമ്മയുടെ സന്തോഷം കണ്ടപ്പോൾ എനിക്കൊന്നും പറയാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ല ശ്രുതി, നിനക്ക് ശരിക്കും മലേഷ്യയിൽ അച്ഛനുണ്ടോ? ഇങ്ങനെ സച്ചി ചോദിക്കുമ്പോൾ ശ്രുതിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുക കേട്ടോ. അന്നേരം സച്ചി പറയുന്നുണ്ട്, എന്തായാലും നീ സത്യങ്ങളെല്ലാം പറഞ്ഞു, അല്ലെങ്കിൽ ഈ സത്യങ്ങളെല്ലാം ഞാൻ ഒരു ദിവസം പുറത്തു കൊണ്ടുവരും, നീ സത്യങ്ങളെല്ലാം എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ ഇത് ആരോടും പറയുകയില്ല എന്നൊക്കെ സച്ചി പറയുക കേട്ടോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് അച്ഛനില്ല, ഞാനൊരു പണക്കാരിയുടെ മകളാണെന്ന് അറിഞ്ഞാൽ മാത്രമേ ചന്ദ്രമതി അമ്മ എന്നെക്കൊണ്ട് ശ്രുതിയെ കല്യാണം കഴിപ്പിക്കുകയുള്ളൂ, എനിക്കാണെങ്കിൽ ശ്രുതിയെ ഒരുപാട് ഇഷ്ടവുമായിരുന്നു, അപ്പോൾ നീ പറഞ്ഞതെല്ലാം നുണയാലേ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഈ കളിച്ചതെല്ലാം വെറും നാടകം മാത്രമാണ്, എന്തായാലും ശ്രുതിക്ക് പറ്റിയ പെണ്ണ് തന്നെയാണ്, അവനും ഇങ്ങനെ തന്നെയല്ലേ ജീവിക്കുന്നത്, എന്തായാലും ചക്കയ്ക്കൊത്ത ശങ്കരൻ എന്നൊക്കെ പറയുമ്പം ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല സച്ചി, എൻ്റെ മനസ്സിൽ ശ്രുതിയോട് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചത്, അങ്ങനെയാണ് ഈ വിവാഹത്തിലെത്തിയതും എന്നൊക്കെ ശ്രുതിയാണെങ്കിൽ കൈകൂപ്പി സച്ചിയോട് പറയുകയാട്ടോ. എന്തായാലും ഞാനിത് വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ശ്രുതിയെ വണ്ടിയിലോട്ട് കയറ്റുകയാണ്. ശ്രുതിയാണെങ്കിൽ, സച്ചി നീ ഇത് ആരോടും പറയില്ലെന്ന് എനിക്ക് വാക്ക് തരണം, ഇതെൻ്റെ ജീവിത പ്രശ്നമാണ് സച്ചി, നീ ഒരാളോട് പോലും പറയരുത് എന്നൊക്കെ പറയുമ്പം സച്ചിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ.